നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ പഠന റിപ്പോർട്ടുകളെല്ലാം ദേശീയ ശരാശരിയിലും താഴെയാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോഷകാഹാരക്കുറവ് മൂലം അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഗ്രാമീണ മേഖലയിലുള്ള കണക്കുകളാണിത്. നമുക്കറിയാം, ഗുജറാത്തിൽ നഗരഹൃദയങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJP ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെ എടുത്തു നോക്കൂ. ഗുജറാത്തിലെ ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ ഏരിയ ഉള്ള വിസ്തീർണമുള്ള മണ്ഡലങ്ങൾ, ഗ്രാമീണ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും വിജയിച്ചത് കോൺഗ്രസ്സാണ്. നഗര മണ്ഡലങ്ങൾ അതിൻ്റെ വിസ്തീർണം സ്വാഭാവികമായും കുറവായിരിക്കുമല്ലോ. കാരണം ജനസംഖ്യ എന്ന് പറയുന്നത് ഏരിയ വൈസ് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് നഗരഹൃദയങ്ങളിൽ. അവിടെയായിരുന്നു BJP കൂടുതൽ മണ്ഡലങ്ങളിൽ ജയിച്ചത്. ഗ്രാമീണ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല, ഇപ്പോഴും പൊറുതിമുട്ടുന്ന അവസ്ഥ. വിദ്യാഭ്യാസം നേരെ ചൊവ്വേ കിട്ടുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതും ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകളിലും പിന്നാക്ക ദളിത് മേഖലകളിലും ഉള്ളവർക്ക് എന്നും അരാജകത്വം നേരിടേണ്ടി വരുന്ന അവസ്ഥ. ഇതാണ് ഗുജറാത്തിലെ തെരുവോരങ്ങളിൽ സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി കൃത്യമായി ഗുജറാത്ത് നിയമസഭയിൽ ജിഗ്നേഷ് മെവാനി പലതവണയായി സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂർ പറയുന്നത്, മെവാനിയെ പോലെ എല്ലാം പഠിച്ച് ഡേറ്റ ബേസ്ഡ് ആയിട്ട്, ഡേറ്റ വെച്ച്, ഫാക്റ്റ് വെച്ച് BJPയുടെ നേതൃത്വത്തെ തുറന്നു കാട്ടുന്ന മറ്റൊരു വ്യക്തി ഗുജറാത്തിലെ കോൺഗ്രസിൽ തന്നെ ഇല്ല എന്ന് തന്നെയാണ്. അത്രമേൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് ജിഗ്നേഷ് മെവാനി ഏറ്റവും മികച്ച രീതിയിൽ ഗുജറാത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സ്വരമായി ശക്തമായി നിൽക്കുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, അവിടെ 157 സീറ്റുകൾ നേടിയെടുത്ത് 4-3 ഭൂരിപക്ഷവുമായി എത്തിയ BJP എന്താണ് അവിടെ ചെയ്തു കൂട്ടിയത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അരാജകത്വം അനുഭവിക്കുന്ന മനുഷ്യർ കൂടി ഗുജറാത്തിൽ തിങ്ങിപ്പാർക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ കുറച്ചധികം ഡയമണ്ട് വ്യാപാരികൾ, ധനികരായ മനുഷ്യർ, ഇവരെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ജലദൗർലഭ്യത കാരണം വലിയ തോതിൽ നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരും അവിടെ ഉണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സർക്കാർ തരംതിരിവ്, അവരെ ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് പോലും അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഭരണവർഗമാണ്. ഇത്രയും വൈകൃത മനസ്സോടെ പെരുമാറുന്ന ഗുജറാത്തിലെ BJPയെ കുറിച്ച് മറ്റെന്താണ് ഇനി പറയേണ്ടത്?